അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അച്ഛോ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആർക്കട്ടെ കുട്ടിക്ക് വേണ്ടിയാന്ന് ചോദിച്ചു. എന്താ വിഷയം? അവർ പറഞ്ഞ് എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പറഞ്ഞു കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ബാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞു വേഗം മാറി ആളെ എവിടെ കുട്ടി എവിടെയെന്ന് ഞാൻ നോക്കുകയാണ്. എത്ര നോക്കിയിട്ട് കുട്ടീനെ കാണുന്നില്ല. അവൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു വലിയ പ്രായമുള്ള കാർന്നോർ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ എവിടെ കുട്ടീന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ നിൽക്കണ അച്ഛന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ആ മുഖത്തേക്ക് നോക്കി, കണ്ണുകൾ കുഴിഞ്ഞ് തൊലി എല്ലിനോടൊട്ടി, തലകൾ നരച്ച്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രമേഹം, ഡയബറ്റിക്സ്, ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ ഈ കുട്ടീനെ കണ്ടോണ്ട് കാണാൻ മുഖത്തേക്ക് നോക്കിയത് ഞാൻ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ അപ്പം അത് കണ്ടോണ്ട് എൻ്റെ ഹൃദയം വീണ്ടും വേദനിച്ച് ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കൂ. അപ്പോൾ ഈ അമ്മയാണ് ഇപ്പോഴും 51 വയസ്സായി, ഇപ്പോഴും അമ്മയാണ് സംസാരിക്കുന്നത്. ഞാൻ കുട്ടിക്ക് എത്ര പ്രായമായെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അധികം പ്രായമൊന്നുമില്ല, 51 വയസ്സായിട്ടുള്ളൂ. അവൻ പിള്ളയാന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് ഇന്ന് ഒരുപാട് അമ്മമാരെ പിള്ളയായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ, പിള്ളയോട് ഞാൻ സംസാരിക്കണേ. ഞാൻ പറഞ്ഞു പിള്ളേക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിള്ളയെ സത്യം പറ, നിനക്കിപ്പോഴും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അദയനീയമായ നോട്ടം എൻ്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. ഭയങ്കര അത് ഒരു കണ്ണുകളിൽ നോക്കിയാൽ അറിയാം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളൊരു പ്രവേശനം. ഹൃദയത്തിലെ ആ തളം കെട്ടി കിടക്കുന്ന ദുഃഖങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അച്ഛ, ഇനി 1-ാം കെട്ട് നടക്കുകയല്ല, ഒരു 2-ാം കെട്ടേ നടക്കുകയുള്ളൂ, അതെങ്കിലും നടക്കാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് നോക്കിയില്ല. പിന്നെ എൻ്റെ മുഴുവൻ പ്രാർത്ഥന അതിനുവേണ്ടി തന്നെയായിരുന്നു. അതെല്ലാം കല്യാണം നടന്നു. 51 വയസ്സായി 2-ാം കെട്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് അവരുണ്ട്.